നമസ്കാരം. ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. പലരും എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യാറുണ്ട്. യൂട്യൂബിന്റെ സെറ്റിംഗ്സുകളൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ, എനിക്ക് വ്യൂ കിട്ടുന്നില്ല, വരുമാനം കുറഞ്ഞു പോകുന്നു, സെറ്റിംഗ്സുകളൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞ് പലരും എന്നെ സമീപിക്കാറുണ്ട്. അപ്പോൾ യൂട്യൂബിൽ സത്യത്തിൽ നേരത്തെ വലിയ സെറ്റിംഗ്സ് ഒന്നും ഇല്ലായിരുന്നു. ഒരു ഡീഫോൾട്ട് സെറ്റിംഗ്സ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് റൺ ആയിക്കോളും. പ്രത്യേകിച്ച് സെറ്റിംഗ്സുകൾ ചെയ്യുന്നതിലൂടെ നമുക്ക് വരുമാനം കുറയുകയോ കൂടുകയോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം പല ഫീച്ചേഴ്സും യൂട്യൂബ് അവരുടെ സെറ്റിംഗ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുമാനം കിട്ടുന്നത് പകുതിയായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായി? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ യൂട്യൂബിൽ 1-2 വീഡിയോകൾ കണ്ട്. ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ ആദ്യം പറയാം. അതായത് ഞാനിവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. സെറ്റിംഗ്സിൽ പോകുന്നു. സെറ്റിംഗ്സിൽ ചാനൽ സെറ്റിംഗ്സിൽ വരുന്നു. ഇവിടെ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സിൽ വരുന്നു. ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ ബൈ ഡിഫോൾട്ട് ആയിട്ട് എനേബിൾ ആണ്, ഡിസേബിൾ അല്ല, എനേബിൾ ആണ്. ഡിസേബിൾ ഇൻട്രസ്റ്റ് ബേസ്ഡ് ആണ്. അതായത് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആണ്. അതിന് ഡിസേബിൾ ചെയ്യണമെങ്കിൽ ഈ ഒരു ചെക്ക് ബോക്സ് ചെക്ക് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഡിസേബിൾ ആവും. അപ്പം നമുക്ക് മനസ്സിലാകാം, ഈ ചെക്ക് ബോക്സ് എനേബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഫീച്ചർ ഡിസേബിൾ ആയി പോവുകയാണ്. അതായത് എനേബിൾ ആകുകയല്ല. സത്യത്തിൽ ഇന്ന് വീഡിയോ ചെയ്യാൻ ഒരു പ്ലാനും ഇല്ലായിരുന്നു. പക്ഷെങ്കിൽ ഈ ഒരു ഫീച്ചർ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഇതെന്താണെന്ന് ആർക്കെങ്കിലും അറിയാം? നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവരാണ്. നിങ്ങൾ യൂട്യൂബിന്റെ പല സെറ്റിംഗ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓൺ ആക്കി ഓഫ് ആക്കി ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. ഇതെന്താണ് സംഭവം നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതെന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു ഫീച്ചർ യൂട്യൂബിന്റെ എനേബിൾ ചെയ്യാൻ പോയാലും അതിന് മുമ്പായിട്ട് അതിന്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് അറിയത്തില്ലെങ്കിൽ അത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് ഇതുപോലെ കർസർ അവിടോട്ട് കൊണ്ടുവരുമ്പോൾ അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് അവിടെ എഴുതിയിട്ടുണ്ടായിരിക്കും. അത് ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്ന് ഇത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നേരെ ChatGPT-യിലോട്ട് വരിക. അതാ ഇതേപോലെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിനു ശേഷം ട്രാൻസ്ലേറ്റ് ഇൻ മലയാളം, ട്രാൻസ്ലേറ്റ് മലയാളം എന്തെങ്കിലും കൊടുത്ത്, മലയാളം എന്ന് തന്നെ കൊടുത്തെന്ന് പറഞ്ഞാലും ആ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിൽ തരും. അപ്പം ഇതെന്താണ് ഫീച്ചർ എന്നുള്ളത് ഇവിടെ നിന്ന് ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം. താല്പര്യാധിഷ്ഠിതമായ പരസ്യങ്ങൾ ഓഫ് ആക്കുന്നത് നിങ്ങളുടെ ചാനലിൽ കാണിക്കുന്നതിനായി യോഗ്യമായ പരസ്യങ്ങളുടെ എണ്ണം കുറയും. അതിന്റെ ഫലമായി പരസ്യ വരുമാനം കുറയാനും കാരണമാകും. അതിരുന്നാലും നിങ്ങളുടെ ചാനൽ സന്ദർശകർക്ക് ഇപ്പോഴും പരസ്യങ്ങൾ കാണാൻ സാധിക്കും. അവ അസാധാരണമായി പ്രേക്ഷകരുടെ പൊതുവായ ലൊക്കേഷനെ, ഉദാഹരണത്തിന് നഗരമോ സ്ഥലമോ അടിസ്ഥാനമാക്കിയായിരിക്കും കാണിക്കുക. അതായത് നമ്മുടെയൊക്കെ ചാനലിൽ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള അഡ്വർടൈസ്, അതായത് ഇപ്പം എന്റെ യൂട്യൂബ് ഞാൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ പേഴ്സണലൈസ്ഡ് ആഡാണ് എനിക്ക് വരുന്നത്. അപ്പം ഈ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ആഡ് ഡിസേബിൾ ചെയ്യാനുള്ള ഒരു ഫീച്ചറാണിത്. അതായത് നമ്മുടെ വീഡിയോ ഒരാൾ ഓപ്പൺ ആക്കുമ്പോൾ അത് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് അവർക്ക് കാണിക്കാതിരിക്കാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പൊ ഇത് നമ്മൾ ഡിസേബിൾ ആയി കഴിഞ്ഞാൽ പേഴ്സണലൈസ്ഡ് ആഡ് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഡിസേബിൾ ആവും. അതിലൂടെ നമ്മുടെ ആഡ്സിൽ നിന്നുള്ള വരുമാനം കുറയും. ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇഫ് യു സെലക്ട് ദിസ് ഓപ്ഷൻ പേഴ്സണലൈസ്ഡ് ആഡ്സ് വിൽ നോട്ട് ബി ഷോ ഓൺ വീഡിയോസ് ഓൺ യുവർ ചാനൽ. നിങ്ങളുടെ ചാനലിൽ പേഴ്സണലൈസ്ഡ് ആഡ്സ് കാണിക്കത്തില്ല. സച്ച് ആസ് ആഡ്സ് ബേസ്ഡ് ഓൺ എ വ്യൂവേഴ്സ് ഇൻട്രസ്റ്റ് ഓർ റിമാർക്കറ്റിംഗ് ആഡ്സ്. ദിസ് മേ സിഗ്നിഫിക്കന്റ്ലി റെഡ്യൂസ് യുവർ ചാനൽസ് റവന്യൂ. അതായത് ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഓൺ ചെയ്യുന്നതിലൂടെ, അതായത് ഈ ഒരു ഫീച്ചർ നമ്മൾ ഡിസേബിൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ചാനലിന്റെ റവന്യൂ, വരുമാനം കുറയുമെന്നുള്ള കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം ഇത് ബൈ ഡിഫോൾട്ട് ആയിട്ട് എനേബിൾ ആണ്. അത് നമ്മളിവിടെ ഡിസേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷന് ചെക്ക് ചെയ്തിട്ട് നമ്മളിവിടെ സേവ് ചെയ്യണം. മനസ്സിലായി? അതായത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, പണ്ട് യൂട്യൂബിൽ സെറ്റിംഗ്സിലൊന്നും കയറി ആരും ഇത്രയും പണിയൊന്നും പണിയത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം ആളുകൾ കൂടുതലും വ്യൂ കുറയുന്നതും വരുമാനം കുറയുന്നതും യൂട്യൂബ് സെറ്റിംഗ്സ് കാരണമാണെന്ന് പറഞ്ഞ് ഇതുപോലുള്ള കാര്യങ്ങൾ കയറി ചൊറിയും. അപ്പം എന്തെടുക്കും? ഉള്ളതുടങ്ങ് പോയി കിട്ടും. അപ്പം നിങ്ങൾ ഒരുപക്ഷെ ചില വീഡിയോകൾ ശ്രദ്ധിച്ചു കാണും. മലയാളത്തിൽ തന്നെ കുറെ വീഡിയോകളിൽ ഞാൻ കണ്ടായിരുന്നു ഈ ഒരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്യാനെന്നും പറഞ്ഞ്. അതായത് ഇത് ഡിസേബിൾ ചെയ്യുന്നതിലൂടെ മറ്റെന്തോ ഒരു ഫീച്ചർ, അതായത് യൂട്യൂബ് പ്രൊമോഷൻസ് നമുക്ക് കൊണ്ടുത്തരും എന്നും പറഞ്ഞ് കുറെ വീഡിയോസ് പലരും ചെയ്തിരിക്കുന്നത് കണ്ട് എനിക്ക് മനസ്സിലായില്ല ഇത് എങ്ങനെയാണ് ഈ ഒരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്യുമ്പോൾ നമുക്ക് യൂട്യൂബ് പ്രൊമോഷൻ കൊണ്ട് തരുന്നതെന്ന്. സത്യത്തിൽ ഇവിടെ കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഓപ്ഷൻ നമ്മൾ ഓൺ ചെയ്ത് കഴിയുമ്പോൾ, ഓൺ എന്ന് പറഞ്ഞാൽ ഡിസേബിൾ ആയി കഴിയുന്ന ഉടനെ നമ്മുടെ വരുമാനം കുറയും എന്നുള്ള കാര്യം. പിന്നെ എങ്ങനെ നമുക്ക് അഡ്വർടൈസ്മെന്റ് കൊണ്ടുത്തരും യൂട്യൂബ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായില്ല. നിങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ ഫുൾ കൺട്രോൾ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ ആരെങ്കിലും അത് ഓൺ ചെയ്യുക അല്ലെങ്കിൽ ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചാടി കയറി ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും നിൽക്കരുത്. ആദ്യം അത് എന്താണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇപ്പൊ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയണമെന്നില്ല. അതിനുള്ള മാർഗം കൂടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്താണോ സംഭവം, ഈ പറയുന്ന ക്വസ്റ്റ്യൻ മാർക്ക് പോലൊക്കെ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതിന്റെ സൈഡിൽ എഴുതി കാണിക്കുക. അത് കോപ്പി ചെയ്ത് ജസ്റ്റ് ഗൂഗിൾ ChatGPT-ക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ മലയാളത്തിൽ വായിച്ചു നോക്കാൻ പറ്റും. അതിന് ശേഷമേ നിങ്ങൾ ആര് പറഞ്ഞാലും, ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞു, ഞാനിപ്പോ എല്ലാ പറയുന്ന കാര്യങ്ങളും 100% അതുപോലെ ആകണം എന്നൊന്നുമില്ല. മനസ്സിലായി? എല്ലാവരുടെയും കാര്യം അങ്ങനെ തന്നെയാണ്. നമ്മളെല്ലാവരും എല്ലാം തികഞ്ഞ് പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല. പക്ഷെങ്കിൽ മിസ്റ്റേക്കുകൾ എല്ലാവർക്കും പറ്റാം. ആ മിസ്റ്റേക്ക് സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് നമ്മൾ ചാടി കയറി ഇത്
ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുന്ന വരുമാനം തന്നെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ മാക്സിമം ഒരു കണ്ടന്റ് നമ്മുടെ വ്യൂവേഴ്സിലേക്ക് എത്തിക്കുന്നുണ്ട്, അത് ജെനുവിൻ ആണോ എന്നുള്ള കാര്യം അതിനെക്കുറിച്ച് ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ സാധാരണ ശ്രമിക്കാറുണ്ട്, അതുകൊണ്ട് എനിക്ക് ഒരിക്കലും മിസ്റ്റേക്ക് പറ്റില്ല എന്നല്ല. ഞാൻ നോക്കിയേ, ഞാൻ ഇതുപോലെ എൻ്റെ വീഡിയോകൾ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇതുപോലെ നോക്കിയേ, ഇത് ഞാൻ സ്റ്റഡി ചെയ്തിട്ട് തന്നെയാണ് ഓരോ വീഡിയോകളും ചെയ്യുന്നത്, യൂട്യൂബുമായി ബന്ധപ്പെട്ട വീഡിയോ പ്രത്യേകിച്ച്. ഇതുപോലെ ഒരു മാസം കൊണ്ട് ഇതുപോലെ ഇത്രയും വലിയ 1-2 ബുക്കുകൾ ഞാൻ തരും. കാരണം എനിക്ക് ഒരു ചാനലിൽ മാത്രമല്ല വീഡിയോ ചെയ്യാനുള്ളത്, ഞാൻ 3-4 ചാനലുകളിൽ വീഡിയോ ചെയ്യുന്നുള്ളത് കൊണ്ട് ഞാൻ എല്ലാം നല്ല രീതിയിൽ സ്ക്രിപ്റ്റഡ് ആക്കി ഗൂഗിളിൽ നിന്നും എനിക്ക് കിട്ടാവുന്ന സോഴ്സുകളിൽ നിന്നൊക്കെ ഞാൻ അതിന്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ഈ കളക്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്നും ശരിയാകണമെന്നൊന്നുമില്ല, അത് ഞാൻ വീണ്ടും പറയുകയാണ്. എന്നാലും നമ്മൾ അതിന് വേണ്ടി ശ്രമിക്കാറുണ്ട്. ചെറിയ മിസ്റ്റേക്കുകളാണെങ്കിൽ പോലും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്ന, നമ്മളെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഒരു വലിയ നഷ്ടമായിട്ട് വരാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് യൂട്യൂബുമായി ബന്ധപ്പെട്ട കണ്ടന്റുകൾ, ഇതേപോലുള്ള കാര്യങ്ങൾ ഓൺ ഓഫ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ വീഡിയോ ചെയ്യുക. അതുപോലെ തന്നെ കാണുന്നവരുടെയും ഉത്തരവാദിത്തമാണ് ഈ കാര്യം ശരിയാണോ അല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്യാനും അതിനുശേഷം നിങ്ങൾ അത് അപ്ലൈ ചെയ്യാനും പോവുക. അല്ലെന്നുണ്ടെങ്കിൽ നഷ്ടം വേറെ ആർക്കും ഇല്ല, നിങ്ങൾക്ക് തന്നെ ആയിരിക്കും ഉണ്ടാവുക. എന്നാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യമുള്ളൂ. ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.